Hi, hello, namaskaram. This is CA Shishadri, faculty for CA Foundation Law, CA Inter Law, CA Inter Audit, CA Inter SM. Now. CA Foundation Law പാസ്സാവാൻ പറ്റും. ഇത് പൊതുവെ പിള്ളേരെ ചോദിക്കുന്ന ഒരു വലിയൊരു ഡൗട്ടാണ്. ബിക്കോസ് അവർക്കറിയാം CA Foundation ലോ ആണ് ട്രബിൾ ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും ഒരു വഴിയുണ്ട്. ആ വഴി നിങ്ങളൊന്ന് കേൾക്കുക, ശ്രദ്ധാപൂർവ്വം കേൾക്കുക. നമുക്ക് ടോട്ടലി 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതിൽ IRF, LLP, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട്, കമ്പനി, ഈ 5 ചാപ്റ്റർ സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ്. നമുക്ക് നല്ലോണം പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനേ പറ്റും. റിവിഷൻ ചെയ്യാനും ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ 5 ചാപ്റ്റേഴ്സ് നമുക്ക് ടോട്ടലി 120 മാർക്സ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്യുന്നത്. അതിൽ ഈ 5 ചാപ്റ്റേഴ്സ് ചേർന്ന് 60 മാർക്സ് വരെ എക്സാമിന് വരാറുണ്ട്. അത് പറഞ്ഞാൽ IRF, LLP, നമ്മുടെ നെഗോഷ്യബിൾ, പിന്നെ കമ്പനീസ്, പാർട്ട്ണർഷിപ്പ്, ഈ 5 ചാപ്റ്റർ നിങ്ങൾ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും എഴുതാൻ പറ്റും എന്നൊരു ദീർഘമായിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ പാസ്സാവാനായിട്ട് ഒരു വലിയൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. സോ ഈ 5 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 5 ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കുന്നല്ല ഞാൻ പറയുന്നത്. ഈ 5 ചാപ്റ്റേഴ്സ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് 60 മാർക്കിന് എഴുതാൻ പറ്റും. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് 40 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇഫ് യു റൈറ്റ് ഫോർ 60 മാർക്സ് യു ക്യാൻ സ്കോർ 40 മാർക്സ്. ദാറ്റ് ഈസ് ദ ഇൻറ്റ്യൂഷൻ വിച്ച് യു കീപ് ഇൻ മൈൻഡ്. നമ്പർ 2, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് 40 മാർക്ക് കിട്ടാനുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ IRF, LLP വൃത്തിക്ക് എഴുതുക. കമ്പനീസും പാർട്ട്ണർഷിപ്പും നെഗോഷ്യബിൾ നിങ്ങളാൽ മാക്സിമം നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60ൽ 40, 35 to 40 എത്തിക്കാൻ പറ്റും. പിന്നെ കോൺട്രാക്റ്റും സോഗയും വലുതാണ്, വാസ്റ്റ് ആണ്, പഠിച്ചാൽ തീരുന്നില്ല, പഠിച്ചുകൊണ്ടേയിരിക്കണം, സാർ റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം, ഒരു വട്ടം പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്ക് നല്ലോണം അറിയാം. സോ ആ കോൺട്രാക്ട് ആക്ടിൽ നിന്നും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്നും എങ്ങനെയെങ്കിലും ഒരു 22 മാർക്സ്, ബിക്കോസ് ഞാൻ പറഞ്ഞുതരാം, കോൺട്രാക്റ്റും സെയിലും ചേർന്ന് 60 മാർക്കിന് വരും. 60 + 60 ആണ് 120. ആ കോൺട്രാക്റ്റും സെയിലും ചേർന്ന് 60 മാർക്ക് എന്ന് പറയുമ്പോൾ കോൺട്രാക്ട് മാത്രം 40 മാർക്കും സെയിലും മാത്രം 20 മാർക്കും അങ്ങനെ ചേർന്നാണ് 60 വരുന്നത്. ഇതാണ് ട്രെൻഡ്. എടാ ഫസ്റ്റ് ഹാഫ് 5 ചേർന്ന് 60, ഏത് IRF, LLP, നെഗോഷ്യബിൾ അതൊക്കെ ചേർന്ന് 60 വരും. അത് പാർട്ട് എ. പാർട്ട് ബി എന്ന് പറയുമ്പോൾ കോൺട്രാക്റ്റും സോഗയും ചേർന്ന് 60. ആ കോൺട്രാക്റ്റും സോഗയിൽ നിന്ന് നിങ്ങൾ മാക്സിമം എത്ര സ്കോർ ചെയ്യാൻ പറ്റും അത്രയും സ്കോർ ചെയ്യാം. ബിക്കോസ് എല്ലാ ക്വസ്റ്റ്യൻസിലും കോൺട്രാക്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാ ക്വസ്റ്റ്യൻസിലും കോൺട്രാക്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ കോൺട്രാക്ട് ആക്ടിൽ നിന്നും നിങ്ങൾക്ക് ഇനി 4-5 ചാപ്റ്റേഴ്സ് നല്ലോണം പഠിച്ചു വെക്കണം. യു ഷുഡ് പുട്ട് യുവർ ബെസ്റ്റ് ഫോർ കോൺട്രാക്ട് ആക്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്നും നിങ്ങളാൽ ആവുന്ന വിധമെങ്കിലും പഠിച്ചു വെച്ചാൽ മാത്രമേ. ഡോണ്ട് സ്കിപ്പ് എനിത്തിങ്. കോൺട്രാക്റ്റും സെയിലും സ്കിപ്പ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കുക. ഗോ ത്രൂ ICAI എക്സാമ്പിൾസ് വിച്ച് വിൽ റിയലി ഹെൽപ്പ് യു ടു സ്കോർ വെൽ ഇൻ ദി എക്സാമിനേഷൻ, ഇൻ ദി മെയിൻ എക്സാമിനേഷൻ. പ്രൊവിഷൻസ് കറക്റ്റായിട്ട് ചെയ്താൽ നോക്കുക. കോൺട്രാക്റ്റും സോക്കാൻ നിങ്ങൾ പറ്റുന്നതും ചെയ്യാം. ബട്ട് നെഗോഷ്യബിൾ, കമ്പനി, പാർട്ട്ണർഷിപ്പ്, IRF, LLP ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കാം. സോ ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് നോക്കൂ. നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. ഒരു 40 to 50 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര ഒരു ഇത് നിങ്ങൾക്ക് കിട്ടും. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ എക്സാംസ്. താങ്ക് യു.